നമസ്കാരം. ഇസ്ലാമാബാദ് സമാധാനത്തിന്റെ വേദിയാകേണ്ട നഗരമോ അല്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്ന ഒരു നിശബ്ദ യുദ്ധമേഖലയോ? ഇപ്പോൾ ലോകം നോക്കി നിൽക്കുന്ന അതാണ്. കാരണം ഇസ്ലാമാബാദ് നഗരത്തിൽ നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ചകൾ തന്നെ അനിശ്ചിതത്വത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. JD വാൻസ് തന്റെ യാത്ര അവസാന നിമിഷം നിർത്തിവെക്കുന്നു. ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കണോ എന്നതിൽ പോലും തീരുമാനമെടുക്കാതെ പിന്നോട്ട് പോകും. ഇതൊരു സാധാരണ ഡിപ്ലോമാറ്റിക് വൈകല്യമല്ല. ഇതൊരു വലിയ യുദ്ധത്തിന്റെ സൂചനയാണ് എന്ന് പറയുന്നത് അതിശയോക്തിയുമല്ല. സമാധാന ചർച്ചകൾക്കായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ഇറാൻ പ്രതികരിക്കാത്തതിനെ തുടർന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇസ്ലാമാബാദ് സന്ദർശനം മാറ്റിവെച്ചു. ചൊവ്വാഴ്ച രാവിലെ പുറപ്പെടാനിരുന്ന വാൻസ് ഇപ്പോൾ വാഷിംഗ്ടണിൽ തുടരുകയാണ് എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബുധനാഴ്ച വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായുള്ള ഉന്നതതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങളും അസ്വീകാര്യമായ നടപടികളും കാരണമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാത്തതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായിൽ ബാഖായി വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധത്തെ കടൽക്കൊള്ള എന്നും ഭരണകൂട ഭീകരത എന്നുമാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഇറാന്റെ 2 കപ്പലുകൾ തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും മിയാമിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇവരെ രണ്ടാമത്തെ റൗണ്ട് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോകേണ്ട വിമാനം വാഷിംഗ്ടണിലേക്ക് തിരിച്ചുവിട്ടതായാണ് ഫ്ലൈറ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. US സംഘത്തെ JD വാൻസും ഇറാൻ സംഘത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫാവും നയിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചന. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ചർച്ചകൾ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അതാഉള്ള തരാർ തന്നെ അറിയിച്ചു കഴിഞ്ഞു. സ്ഥിതി വളരെ അപകടകരമാണ്. ചർച്ചകൾ നടക്കാതെ പോയാൽ യുദ്ധം വീണ്ടും തുടങ്ങുമെന്നത് ഏകദേശം ഉറപ്പായ ഒരു സാധ്യതയാണ്. അതേസമയം അമേരിക്കയുടെ നിലപാട് കൂടുതൽ സമ്മർദ്ദപരവുമാണ്. നാവിക ഉപരോധം തുടരും, ഭീഷണികൾ തുടരുന്നു. കരാറില്ല എങ്കിൽ വീണ്ടും ആക്രമണം ആരംഭിക്കാമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു. ഇറാന്റെ മറുപടി അതിലും കടുപ്പമാണ്. ഭീഷണിയുടെ കീഴിൽ ചർച്ചയില്ല. അതിനാലാണ് അവർ ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും തയ്യാറാകാത്തത്. ഇവിടെ നിന്ന് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇത് സമാധാന ചർച്ചകളുടെ തകർച്ചയാണോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ 2ാം ഘട്ട തുടക്കമാണോ എന്നുള്ളതാണ്. പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ്. ആദ്യം മിഡിൽ ഈസ്റ്റ് വീണ്ടും തീപിടിക്കും. ഈ യുദ്ധം ഇതിനകം തന്നെ ലെബനൻ പോലുള്ള മേഖലകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഇനി 2 രാജ്യങ്ങൾക്കിടയിലെ പോരാട്ടമല്ല ഇത്. ഒരു പ്രാദേശിക യുദ്ധം, ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. രണ്ടാമത് എണ്ണ വിപണി തകർന്നു പോകുമെന്നുള്ളതാണ്. ഹോർമൂസ് അടച്ചുപൂട്ടപ്പെട്ടാൽ ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ വിതരണവും തടസ്സപ്പെടും. ഇത് നേരിട്ട് വില വർധനയിലേക്കും അതിലൂടെ ആഗോള പണപ്പെരുപ്പത്തിലേക്കും നയിക്കും. മൂന്നാമത് സാമ്പത്തിക പ്രതിസന്ധി. ഇതിനകം തന്നെ ഈ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിരിക്കുകയാണ്. ഇത് തുടരുകയാണെങ്കിൽ 2008-ലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ ഒരു അവസ്ഥ വീണ്ടും സൃഷ്ടിക്കപ്പെടാം. നാലാമത് ജിയോ പൊളിറ്റിക്കൽ ബ്ലോക്കുകളുടെ രൂപീകരണമാണ്. ഇറാനെ പിന്തുണയ്ക്കാൻ ചൈനയും റഷ്യയും രംഗത്തെത്തിയാൽ അമേരിക്കയും അതിന്റെ കൂട്ടാളികളും മറുപടി നൽകും. ലോകം വീണ്ടും 2 ശക്തി വിഭാഗങ്ങളായി പിരിയാൻ സാധ്യതയുണ്ട്. അഞ്ചാമത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നേരിട്ടുള്ള ആഘാതമാണ്. എണ്ണ ഇറക്കുമതി ചെലവ് കുത്തനെ ഉയരും. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിരത ചോദ്യചിഹ്നമാകും. ഇസ്ലാമാബാദ് ചർച്ചകൾ ഒരു കരാറിലേക്കുള്ള വാതിലാണോ അല്ലെങ്കിൽ അടഞ്ഞു പോകുന്ന ഒരു അവസാന അവസരമോ? ഇനി ലോകം കാത്തിരിക്കുന്നത് ഒരു ഉത്തരമാണ്.